ഹലോ ഓൾ PSC ട്രെയിനിങ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഖാദി ബോർഡ് LDC 2024 എന്നീ പരീക്ഷകളുടെ ഒരു മിനി മോക്ക് ടെസ്റ്റാണ്. 30 ചോദ്യങ്ങളാണ് ഉള്ളത്. കട്ട് ഓഫ് മാർക്ക് 25ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടിയായ COP28 വേദി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ദുബായ്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടിയായ COP28 വേദി ദുബായിയാണ്. അപ്പോൾ ദുബായിയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടിയായ COP28 വേദി. അടുത്ത ചോദ്യം നോക്കാം. 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ്ണ മയൂരം നേടിയ പേർഷ്യൻ ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, എൻലെസ് ബോർഡേഴ്സ്. അപ്പോൾ 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച സിനിമയ്ക്കുള്ള സുവർണ്ണ മയൂരം നേടിയ പേർഷ്യൻ ചിത്രം എൻലെസ് ബോർഡേഴ്സ് ആണ്. അപ്പോൾ എൻലെസ് ബോർഡേഴ്സ് എന്ന പേർഷ്യൻ ചിത്രമാണ് 2023 ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള സുവർണ്ണ മയൂരം നേടിയത്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യ. അപ്പോൾ ഇന്ത്യയാണ് രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ രാജ്യം. അപ്പോൾ രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ രാജ്യം ഇന്ത്യയാണ്. അടുത്ത ചോദ്യം. 2023 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ കലാരൂപം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗർഭ. അപ്പോൾ 2023 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ കലാരൂപം ഗർഭയാണ്. അപ്പോൾ ഗർഭ എന്ന ഇന്ത്യൻ കലാരൂപമാണ് 2023 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം നോക്കാം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം? ഓപ്ഷൻ ബി ആണ്, മെനിഞ്ചസ്. അപ്പോൾ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം മെനിഞ്ചസ് ആണ്. അപ്പോൾ മെനിഞ്ചസ് ആണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. അടുത്ത ചോദ്യം നോക്കാം. ചലനജഡത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ചലനജഡത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴാൻ തുടങ്ങുന്നത് ചലനജഡത്വം മൂലമാണ്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴാൻ തുടങ്ങുന്നത് ചലനജഡത്വം മൂലമാണ്. ഓടി വരുന്ന അത്ലീറ്റിന് ഫിനിഷിംഗ് ലൈനിലെത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ചലനജഡത്വമാണ്. അപ്പോൾ ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിലെത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ചലനജഡത്വമാണ്. ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അല്ലെങ്കിൽ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് ചലനജഡത്വം. അപ്പോൾ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരുവാൻ ഉള്ള പ്രവണതയെ അല്ലെങ്കിൽ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് ചലനജഡത്വം. അടുത്ത ചോദ്യം നോക്കാം. നിലവിൽ ഇന്ത്യയുടെ CAG ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗിരീഷ് ചന്ദ്ര മുർമു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിൽ ഇന്ത്യയുടെ CAG. അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ CAG ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് നിലവിൽ ഇന്ത്യയുടെ CAG. അടുത്ത ചോദ്യം. ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ എ ആണ്, പത്തനംതിട്ട. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ടയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഉത്തര മഹാസമതലത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി, ലോകത്തെ ഏറ്റവും വിസ്തൃതമായ ഏക്കൽ സമതലം. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഉത്തര മഹാസമതലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ ധാന്യപ്പുര എന്നറിയുന്നത് ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമിയാണ് ഉത്തര മഹാസമതലം. ലോകത്തെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഉത്തര മഹാസമതലമാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 2, 4. ഏതൊക്കെയാണെന്ന് നോക്കാം. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അപേക്ഷ സമർപ്പിക്കണം.
അപ്പോൾ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. അപ്പോൾ 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാടാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. അനുച്ഛേദം 51(k)യിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. അപ്പോൾ അനുച്ഛേദം 51(k)യിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമയാണ് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. അപ്പോൾ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് അനുച്ഛേദം 51(k)യിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. വേഗം അളക്കുന്നതിനുള്ള SI യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. കറങ്ങുന്ന ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണത്തിന് ഉദാഹരണമാണ്. അപ്പോൾ വേഗം അളക്കുന്നതിനുള്ള SI യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. കറങ്ങുന്ന ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം പരിക്രമണത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം നോക്കാം. പഴശ്ശിരാജ വീരചരമം പ്രാപിച്ച തീയതി. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1805 നവംബർ 30. അപ്പോൾ 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ വീരചരമം പ്രാപിച്ചത്. അപ്പോൾ പഴശ്ശിരാജ വീരചരമം പ്രാപിച്ച തീയതി 1805 നവംബർ 30 അടുത്ത ചോദ്യം. 5 തെങ്ങ് ആറ്റിങ്ങൽ കലാപങ്ങൾ നടന്ന വർഷങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1697, 1721. അപ്പോൾ 5 തെങ്ങ് കലാപം 1697-ലും ആറ്റിങ്ങൽ കലാപം 1721-ലുമാണ് നടന്നത്. അപ്പോൾ 5 തെങ്ങ് കലാപം 1697-ലും ആറ്റിങ്ങൽ കലാപം 1721-ലുമാണ് നടന്നത്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം 1721, 5 തെങ്ങ് കലാപം 1697. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബാലഗംഗാധര തിലകൻ. അപ്പോൾ ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ആണ്. അടുത്ത ചോദ്യം. PK കാളൻ ഏതു കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഗദ്ദിക. അപ്പോൾ PK കാളൻ ഗദ്ദികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗദ്ദികയുമായി ബന്ധപ്പെട്ടതാണ് PK കാളൻ. അടുത്ത ചോദ്യം നോക്കാം. ഋതുക്കളുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചെറുശ്ശേരി. അപ്പോൾ ചെറുശ്ശേരിയെയാണ് ഋതുക്കളുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഋതുക്കളുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ചെറുശ്ശേരിയെയാണ്. അടുത്ത ചോദ്യം. ചിന്നത്തമ്പി, വേദനായകം പിള്ള എന്നിവർ ഏതു കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ്. ചവിട്ടുനാടകം. അപ്പോൾ ചവിട്ടുനാടകം എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടവരാണ് ചിന്നത്തമ്പി, വേദനായകം പിള്ള എന്നിവർ. അപ്പോൾ ചിന്നത്തമ്പി, വേദനായകം പിള്ള എന്നിവർ ചവിട്ടുനാടകം എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. കഥകളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഏതൊക്കെയാണെന്ന് നോക്കാം. കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക്, പഴുപ്പ് എന്നിവ. കഥകളിയിലെ താടി വേഷങ്ങളാണ് ചുവന്ന താടി, വെള്ളത്താടി, കരിന്താടി എന്നിവ. അപ്പോൾ കഥകളിയുടെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ. കഥകളിയിലെ പ്രധാന വേഷങ്ങളാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക്, പഴുപ്പ്. കഥകളിയിലെ താടി വേഷങ്ങളാണ് ചുവന്ന താടി, വെള്ളത്താടി, കരിന്താടി. അടുത്ത ചോദ്യം നോക്കാം. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ബ്രോമിൻ. അപ്പോൾ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിനാണ്. അപ്പോൾ ബ്രോമിൻ എന്നത് ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹമാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ജലം സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. അപ്പോൾ ഹെൻറി കാവൻഡിഷ് ആണ് ജലം സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോൾ ജലം സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. അടുത്ത ചോദ്യം. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 18. അപ്പോൾ ആവർത്തന പട്ടികയിൽ ആകെ 18 ഗ്രൂപ്പുകളാണുള്ളത്. അപ്പോൾ ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. അടുത്ത ചോദ്യം നോക്കാം. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. കേശവാനന്ദ ഭാരതി കേസ്. അപ്പോൾ കേശവാനന്ദ ഭാരതി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത്.
അപ്പോൾ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് സുപ്രീം കോടതി വിധിച്ച കേസ് കേശവാനന്ദ ഭാരതി കേസാണ്. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്നവരിൽ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗം അല്ലാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ML നെഹ്റു. അപ്പോൾ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഖെയ്ത്താൻ, TT കൃഷ്ണമാചാരി. അപ്പോൾ N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഖെയ്ത്താൻ, TT കൃഷ്ണമാചാരി എന്നിവരൊക്കെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ് ഫ്രഞ്ച് വിപ്ലവം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. റേച്ചൽ കാഴ്സൺ 1962 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നിശബ്ദവസന്തം. അപ്പോൾ റേച്ചൽ കാഴ്സൺ 1962 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നിശബ്ദവസന്തം. കീടനാശിനികളുടെ അനിയന്ത്രിത ഉപയോഗം മൂലം പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ഈ പുസ്തകം വിവരിക്കുന്നു. അപ്പോൾ നിശബ്ദവസന്തം കീടനാശിനികളുടെ അനിയന്ത്രിത ഉപയോഗം മൂലം പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് പറയുന്നു. ബാറ്റ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ദ ഫാൾ ഓഫ് എ സ്പാരോ. അപ്പോൾ ബാറ്റ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ദ ഫാൾ ഓഫ് എ സ്പാരോ. അപ്പോൾ റേച്ചൽ കാഴ്സൺ 1962 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് നിശബ്ദവസന്തം. കീടനാശിനികളുടെ അനിയന്ത്രിത ഉപയോഗം മൂലം പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചാണ് ആ പുസ്തകം വിവരിക്കുന്നത്. ബാറ്റ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് ദ ഫാൾ ഓഫ് എ സ്പാരോ. അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കാസർഗോഡ്. അപ്പോൾ കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അടുത്ത ചോദ്യം നോക്കാം. ഹി നെവർ സ്ലീപ്സ് എലോൺ ഡാഷ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഡസ് ഹി. ഹി നെവർ സ്ലീപ്സ് എലോൺ ഡസ് ഹി. അടുത്ത ചോദ്യം. നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ ഡാഷ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഡിഡ് ദേ. നൺ ഓഫ് ദം അറ്റൻഡഡ് ദ ഫംഗ്ഷൻ ഡിഡ് ദേ. അടുത്ത ചോദ്യം. ചിൽഡ്രൻ ഹാർഡ്ലി ഹാവ് എ സ്പീക്ക് ഇംഗ്ലീഷ്. ഉത്തരം ഓപ്ഷൻ സി ആണ് ഡു ദേ. ചിൽഡ്രൻ ഹാർഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ് ഡു ദേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.